നമ്മൾ ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ലൈഫ് പ്രോസസ്സിലെ ആദ്യത്തെ നമ്മൾ പഠിക്കുന്നു ഡൈജഷൻ. വാട്ട് ഈസ് മെൻ ബൈ ഡൈജഷൻ? Digestion is the conversion of complex material into simple absorbable forms. സെൽ മെംബ്രെയിൻ എന്നുള്ളത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ സെമി പെർമിയബിൾ മെംബ്രെയിനകത്തുകൂടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസ് മാത്രമേ കടന്നുപോകൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയലിനകത്തുള്ള കാർബോഹൈഡ്രേറ്റുകൾ, സ്റ്റാർച്ചുകളെല്ലാം എന്തായിട്ട് മാറണം? ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലേക്ക് മാറും. പ്രോട്ടീൻസ് എല്ലാം അമിനോ ആസിഡ്സ് ആയിട്ട് മാറും, അതിൻ്റെ സിംപ്ലർ ഫോമുകളാണ്. ഫാറ്റുകളെല്ലാം ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളുമായിട്ട് മാറും. വാട്ടർ, മിനറൽസ്, വിറ്റാമിൻസ് ഇതിനൊന്നും ഡൈജഷൻ ഉണ്ടാകത്തില്ല, സിംപ്ലർ ഫോമുകളാണ്. അങ്ങനെ ആ സിംപ്ലർ ഫോമുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡൈജഷൻ എന്നുള്ള പേരിൽ അറിയുന്നത്. ആ ഡൈജഷൻ നടക്കുന്നതിന് വേണ്ടി എന്തുണ്ട്? ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം. The digestive system, mouth, esophagus, stomach, duodenum, small intestine, large intestine, rectum and anus. Mouth, esophagus, stomach, duodenum, small intestine, large intestine, rectum and anus. അപ്പോൾ ഇതാണ് മൗത്ത്. മൗത്തിൽ നിന്ന് നേരെ ഈസോഫാഗസ്, ഈസോഫാഗസ് നേരെ സ്റ്റൊമക്ക്, സ്റ്റൊമക്കിൽ നിന്ന് നേരെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഈ സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് യു ഷേപ്ഡ് പാർട്ടിനെയാണ് നമ്മൾ ഡിയോഡിനം എന്നറിയുന്നത്. ഡിയോഡിനം is actually the part of small intestine and it is C-shaped or U-shaped part. ഡിയോഡിനം, സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ റിമൈനിങ് പാർട്ട്, പിന്നീട് വരുന്ന ഭാഗമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. Rectum and anus, these are also the parts of large intestine. Large intestine part തന്നെയാണ്. അണ്ടർ ഫുഡ് മെറ്റീരിയൽസ് അവസാനം വന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് റെക്ടം. അതിനെ റിമൂവ് ചെയ്യപ്പെടുന്ന ഓപ്പണിംഗ് ആണ് ഏനസ് എന്നറിയുന്നത്. അപ്പോൾ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഡിയോഡിനം, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് yes. So the digestion starts in mouth and ends in small intestine. The digestive process starts in mouth and ends in small intestine. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് 3 ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ കൂടെ വരുന്നു. ഒന്ന് സലൈവറി ഗ്ലാൻഡ്, മറ്റൊന്ന് ലിവർ, മറ്റൊന്ന് പാൻക്രിയാസ്. സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ്. സലൈവറി ഗ്ലാൻഡ് കാണപ്പെടുന്നത് മൗത്തിലാണ്. മൊത്തം 3 പെയർ സലൈവറി ഗ്ലാൻഡുകൾ, 3 പെയർ സലൈവറി ഗ്ലാൻഡ് മൗത്തുമായി ബന്ധപ്പെട്ട് വരുന്നു. ഡിയോഡിനത്തിനകത്തല്ല, ഡിയോഡിനത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് വരുന്ന 2 ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളാണ്. ഒന്ന് ലിവർ, മറ്റൊന്ന് പാൻക്രിയാസ്. The liver produces bile and pancreas produces pancreatic juice. അപ്പോൾ സലൈവറി ഗ്ലാൻഡുകൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ലിവർ ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മുടെ മൗത്തിനകത്ത് നമുക്ക് ഒരു നാക്ക്, ടങ്ങുണ്ട്, അതുപോലെ തന്നെ പല്ലുകളുണ്ട്, ടീത്ത്. ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫ് ടൈമിൽ 2 ടൈപ്പ് പല്ലുകളാണ്. ഒന്ന് മിൽക്ക് ടീത്ത്, രണ്ടാമത് പമ്പര ടീത്ത്. 2 സെറ്റ് ടീത്തുകൾ. 1 സെറ്റ് ഓഫ് ടീത്ത് ആണ് മിൽക്ക് ടീത്ത്. ഒരു കൊച്ച് ജനിച്ച് കഴിഞ്ഞ് ആദ്യം ഉണ്ടായി വരുന്ന ഒരു 6 മാസത്തോളം ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടായി വരുന്ന പല്ലുകളാണ് മിൽക്ക് ടീത്ത്. ഏതാണ്ട് 6-7 വയസ്സാകുമ്പോഴേക്കും പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. പിന്നീട് പുതിയ പല്ലുകൾ വന്നു തുടങ്ങും. അതാണ് ഇത് പെർമനന്റ് ടീത്ത്. പെർമനന്റ് ടീത്തുകൾ 4 ടൈപ്പാണ്. ഒന്ന് ഇൻസിസേഴ്സ്, 2 കനൈൻ, 3 പ്രീമോളാർ, 4 മോളാർ. ഇൻസിസേഴ്സ്, കനൈൻ, പ്രീമോളാർ ആൻഡ് മോളാർ. അങ്ങനെ 4 ടൈപ്പ് ടീത്തുകൾ. അപ്പോൾ ഇത് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഡിയോഡിനം, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് ഏനസ്. ഡൈജസ്റ്റത്തിൻ്റെ നമ്മളുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സുകളാണ്. നേരത്തെ പറഞ്ഞു ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ മൗത്ത്. മൗത്തിൽ വെച്ചിട്ടാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവിടെ കാണപ്പെടുന്ന സലൈവറി ഗ്ലാൻഡുകൾ സലൈവയെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സലൈവയ്ക്കകത്ത് 3 ഫാക്ടേഴ്സാണ് വരുന്നത്. ഒന്ന് ലൈസോസൈം, 2 മ്യൂക്കസ്, 3 സലൈവറി അമിൽസ്. ലൈസോസൈം, മ്യൂക്കസ്,
സലൈവറി അമിലേസ്. ഈ സലൈവറി അമിലേസിനെ പറയുന്ന മറ്റൊരു പേരാണ് ടയലിൻ. ടി സൈലന്റ് ആണ്, ടയലിൻ. അപ്പം ലൈസോസൈം, മ്യൂക്കസ്, സലൈവറി അമിലേസ് ഓർ ടയലിൻ. The lysozyme destruct the germs present in food. നമ്മൾ ആഹാരത്തിനകത്തുള്ള ജേംസിനെ ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ലൈസോസൈം സഹായിക്കുന്നത്. മ്യൂക്കസ് ഹെൽപ്സ് ദ ഈസി പാസേജ് ഓഫ് ഫുഡ് ത്രൂ ഈസോഫാഗസ്. ഈസോഫാഗസ് വഴി ഫുഡ് വളരെ വേഗത്തിൽ കടന്നു പോകാനായിട്ടാണ് മ്യൂക്കസ് സഹായിക്കുന്നത്. നമ്മൾ നല്ലതുപോലെ ആഹാരം ചവച്ചരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അതേസമയം വെപ്രാളത്തിൽ വിഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ചവച്ചരയ്ക്കുന്ന സമയത്ത് അതിനകത്തുള്ള മ്യൂക്കസ് അതിലേക്ക് മിക്സ് ചെയ്യപ്പെടും. അതിന്റെ ഫലമായി വളരെ വേഗത്തിൽ ഫ്രിക്ഷൻ ഇല്ലാതെ ഈസോഫാഗസിലൂടെ ഫുഡിന് പാസ് ചെയ്ത് പോകാനായിട്ട്. ഇനി സലൈവറി അമിലേസ് ഉണ്ട്. ഈ സലൈവറി അമിലേസ് ഫുഡിനകത്തുള്ള സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോളിസാക്കറൈഡ്. അതിനെ ഡൈസാക്കറൈഡ് ആയിട്ടുള്ള മാൾട്ടോസ് ആക്കി മാറ്റും. പാർഷ്യലി, വളരെ കുറച്ചാണ്, മൊത്തത്തിലല്ല, പാർഷ്യലി കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ് ഓർ പോളിസാക്കറൈഡ് ഇൻറ്റു ഡൈസാക്കറൈഡ്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 10ൽ കൂടുതൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉള്ളതാണ് പോളിസാക്കറൈഡ്. 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉള്ളതാണ് ഡൈസാക്കറൈഡ്. ഒറ്റ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉള്ളതാണ് മോണോസാക്കറൈഡ്. അപ്പോൾ സ്റ്റാർച്ചിനെ, പോളിസാക്കറൈഡ് ആയിട്ടുള്ള സ്റ്റാർച്ചിനെ ഡൈസാക്കറൈഡ് ആയിട്ടുള്ള മാൾട്ടോസ് ആയിട്ട് മാറ്റും. The maltose is a type of sugar. ഒരു തരം പഞ്ചസാരയാണ് മാൾട്ടോസ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ കുറച്ച് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ബ്രെഡോ ബന്നോ ഒക്കെ വായിലിട്ട് ചവയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മധുരം അനുഭവപ്പെടാൻ കാരണം അതിനകത്തുള്ള സ്റ്റാർച്ച് എന്തായിട്ട് മാറുന്നത് കൊണ്ടിട്ടാണ് മാൾട്ടോസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സലൈവറി അമിലേസ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്. ഇനി മൗത്തിനെയും സ്റ്റൊമക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു മസ്കുലാർ ട്യൂബാണ് ഈസോഫാഗസ്. മൗത്തിൽ നിന്ന് നമ്മൾ ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാര പദാർത്ഥങ്ങൾ, ഫുഡ് മെറ്റീരിയൽസിന് എവിടെ കൊണ്ടെത്തിക്കപ്പെടുന്നു? സ്റ്റൊമക്കിൽ കൊണ്ടെത്തിക്കപ്പെടും. അപ്പോൾ അവിടെ ഡൈജസ്റ്റീവ് പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല, ഫുഡിനെ കൊണ്ടുവരിക എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി ആ ഈസോഫാഗസിന്റെ വാൾസ്, ഭിത്തിയിലുണ്ടാകുന്ന ഒരു വേവി മൂവ്മെന്റ് ഉണ്ട്. ആ വേവി മൂവ്മെന്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്നറിയപ്പെടുന്നത്. ദ പെരിസ്റ്റാൾസിസ് ഇസ് ദ വേവി മൂവ്മെന്റ് പ്രസന്റ് ഓൺ ദ വാൾസ് ഓഫ് ഈസോഫാഗസ്. ആൻഡ് ഇറ്റ് ഈസ് എ വൺ ഡയറക്ഷണൽ മൂവ്മെന്റ്. ഒറ്റ ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് പെരിസ്റ്റാൾസിസ് എന്നറിയപ്പെടുന്നത്. സോ ദ ഫുഡ് നെവർ റിട്ടേൺസ് ടു മൗത്ത്. നമ്മൾ കഴിച്ച ആഹാരം വായിലേക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യപ്പെടാറില്ല, തിരികെ വരാറില്ല, എക്സെപ്റ്റ് വോമിറ്റിംഗ്. അത് വേറൊരു കേസാണ്, അത് പിന്നെ പറയാം. അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്നുള്ളത് ഒരു വേവി മൂവ്മെൻ്റ്. ഇനി ആ ഈസോഫാഗസ് വഴി മൗത്തിൽ നിന്ന് ഫുഡ് നേരെ സ്റ്റൊമക്കിലേക്ക് എത്തും. ഈ സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റൊമക്ക് വാളുകൾ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായി ഫുഡ് മെറ്റീരിയൽ ഒരു പേസ്റ്റ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. ആ പേസ്റ്റ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കൈം എന്നറിയും. Due to the churning movement of stomach wall, the food materials becomes a paste-like structure and it is called chyme. In stomach wall എന്തുണ്ട്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളുണ്ട്. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ ഗ്യാസ്ട്രിക് ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, മറ്റൊന്ന് പെപ്സിനോജൻ, മൂന്നാമത്തത് മ്യൂക്കസ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിനോജൻ, മ്യൂക്കസ്, അങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത്. ഈ പെപ്സിനോജനെ നമുക്കൊരു പ്രോ എൻസൈം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പെപ്സിനോജനെ എന്ത് വിളിക്കാം? പ്രോ എൻസൈം, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈമാണ് പെപ്സിനോജൻ എന്നറിയപ്പെടുന്നത്. ഈ പെപ്സിനോജനെ ആക്റ്റീവ് ഫോമായ പെപ്സിനാക്കി മാറ്റുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കൺവേർട്ട് പെപ്സിനോജൻ ഇൻറ്റു ആക്റ്റീവ് പെപ്സിൻ. പെപ്സിനോജനെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനാക്കി മാറ്റാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കും. ആൻഡ് ഇറ്റ് ആൾസോ ഡിസ്ട്രക്ട് ദ ജേംസ് പ്രസന്റ് ഇൻ ഫുഡ്. ആഹാരത്തിനകത്തുള്ള ജേംസിനെ ഡിസ്ട്രക്ട് ചെയ്യപ്പെടാനും ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കും.
ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റൊമക് വാളുകളിൽ നിന്നുണ്ടാകാം ബേണിംഗ് ഉണ്ടാകാം, പൊള്ളലുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ആ പൊള്ളലുണ്ടാകാതിരിക്കാൻ വേണ്ടി ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് സ്റ്റൊമക് വാളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതാണ് മ്യൂക്കസ്. ഇനി പെപ്സിനോജനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആക്റ്റീവ് ഫോമായിട്ടുള്ള പെപ്സിനാക്കി മാറ്റും. ഈ പെപ്സിൻ നമ്മളെ ഫുഡിനകത്തുള്ള പ്രോട്ടീനുകളെ പാർഷ്യലായിട്ട് കുറച്ച് പ്രോട്ടീനുകളെ പെപ്റ്റോൺസ് ആക്കി മാറ്റും. അപ്പോൾ പെപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻറ്റു പെപ്റ്റോൺസ്. ഇവിടെ പറഞ്ഞു സലൈവറി അമിലേസ് പാർഷ്യലി കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ് ഓർ പോളിസാക്കറൈഡ് ഇൻറ്റു ഡൈസാക്കറൈഡ്. പെപ്സിൻ പാർഷ്യലി കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻറ്റു പെപ്റ്റോൺസ്. പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കി മാറ്റും. സ്റ്റൊമക്കിൽ നിന്ന് ആ ഡിയോഡിനത്തിലേക്ക് വരും. ഫസ്റ്റ് യു ഷേപ്ഡ് പാർട്ട് ഓഫ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. ആ ഡിയോഡിനത്തിലെ 2 ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ ഡിയോഡിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. ഒന്ന് ലിവർ, മറ്റൊന്ന് പാൻക്രിയാസ്. ലിവർ ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. രണ്ടും കൂടെ ഒരു കോമൺ ഡക്റ്റ് വഴി എവിടേക്ക് എത്തുന്നു? ഡിയോഡിനത്തിലേക്ക് എത്തുന്നു. ഈ ലിവറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബൈലില് എൻസൈംസ് ഒന്നുമില്ല. ബൈൽ ഡസ് നോട്ട് ഹാവ് എനി എൻസൈംസ്. ഇറ്റ് കൺവേർട്സ് the acidic food into alkaline nature. സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഫുഡിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതൊരു അസിഡിക് ഫുഡാണ്. ആ അസിഡിക് ഫുഡിനെ ആൽക്കലൈൻ നേച്ചറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബൈല് സഹായിക്കും. പക്ഷെ അതിനകത്ത് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി എൻസൈംസ്. ഇറ്റ് ആൾസോ ഇമൾസിഫൈസ് ഫാറ്റ്, അല്ലെങ്കിൽ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിനെ ചെറിയ ഇമൾഷൻസ് ആക്കി മാറ്റും. കൺവേർട്ട് ഫാറ്റ്സ് ഇൻറ്റു സ്മാൾ ഇമൾഷൻസ്. ചെറിയ ചെറിയ ഇമൾഷൻസ് കണികകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടും ബൈല് സഹായിക്കും. ബൈലിനകത്ത് എൻസൈംസ് ഇല്ല. ഇറ്റ് കൺവേർട്സ് ദ അസിഡിക് ഫുഡ് ഇൻറ്റു ആൽക്കലൈൻ നേച്ചർ ആൻഡ് ആൾസോ ഇമൾസിഫൈസ് ഫാറ്റ്. ഫാറ്റുകളെ അല്ലെങ്കിൽ ലിപ്പിഡുകളെ ഇമൾസിഫൈ ചെയ്യാൻ, ഡൈജഷന് എളുപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഇമൾസിഫൈ ചെയ്യും. ചെറിയ ചെറിയ ഇമൾഷൻസ് ആക്കി മാറ്റും. ഇമൾഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴുപ്പുള്ള ഇറച്ചിയൊക്കെ കഴിച്ചതിന് ശേഷം കൈ കഴുകുമ്പോൾ കുമ്പള പോലെ ഇരിക്കത്തില്ലേ, അതുപോലെ ചെറിയ ചെറിയ ഇമൾഷൻസ് ആക്കി മാറ്റും. ഇനി പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് 3 എൻസൈംസ് ആണ്. ഒന്ന് പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, മറ്റൊന്ന് ട്രിപ്സിൻ. പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്, മൂന്നാമത്തത് ട്രിപ്സിൻ. മൗത്തിൽ വെച്ച് സലൈവറി ഗ്ലാൻഡുകളകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സലൈവറി അമിലേസ് പഠിച്ചു. സലൈവറി അമിലേസ് അവിടെ കുറച്ച് സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റിയിരുന്നു? മാൾട്ടോസ് ആക്കി മാറ്റി. അപ്പോൾ ഇവിടെയും സലൈവറി അമിലേസിന് പകരം ഇവിടെ പാൻക്രിയാസിനകത്ത് വരുന്ന അമിലേസ് ആണ്. അതുകൊണ്ട് പാൻക്രിയാറ്റിക് അമിലേസ്. ഇറ്റ് കൺവേർട്ട് ദ റിമൈനിങ് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്. ബാക്കിയുള്ള സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റി. ലിപ്പേഴ്സ് കൺവേർട്സ് ലിപ്പിഡ്സ് ആണ്. ഇവിടെ ഇമൾസിഫിക്കേഷൻ നടന്നുണ്ടായ ലിപ്പിഡ്സ്. ആ ലിപ്പിഡ്സിനെ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ലിപ്പിഡുകളെ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും ആക്കി മാറ്റും. അപ്പം സലൈവറി അമിലേസ് convert starch into maltose. Pancreatic amylase also converts starch into maltose. Lipase converts lipids into emulsified lipids into fatty acids and glycerol. ട്രിപ്സിൻ, നമ്മുടെ സ്റ്റൊമക്കിൽ പെപ്സിൻ പഠിച്ചായിരുന്നു. പെപ്സിൻ പ്രോട്ടീനുകളെ പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നുണ്ട്. കുറച്ച് പ്രോട്ടീനുകളെ പെപ്റ്റോൺസ് ആക്കി മാറ്റും. ആ പെപ്റ്റോണുകളെയും റിമൈനിങ് പ്രോട്ടീനുകളെയും ട്രിപ്സിൻ പെപ്റ്റൈഡുകളാക്കി മാറ്റും. റിമൈനിങ് പ്രോട്ടീനുകളെയും പെപ്റ്റോണുകളെയും പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ അമിലേസ് കൺവേർട്സ് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്, ലിപ്പേഴ്സ് കൺവേർട്സ് ലിപ്പിഡ്സ് ഇൻറ്റു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ, ട്രിപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻസ് ആൻഡ് പെപ്റ്റോൺസ് ഇൻറ്റു പെപ്റ്റൈഡ്സ്. അതിനുശേഷം സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിലേക്ക് വരുന്നു. അവിടെ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡുകളുണ്ട്. ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡുകൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനകത്ത് 2 ടൈപ്പ് എൻസൈംസ്, ഒന്ന് ഡൈസാക്രഡൈസ് എന്നുള്ള എൻസൈം, മറ്റൊന്ന് പെപ്റ്റിഡേസ് എന്നുള്ള എൻസൈം. ഡൈസാക്രഡൈസ് എന്നുള്ള എൻസൈമും പെപ്റ്റിഡേസ് എന്നുള്ള എൻസൈം. ഡൈസാക്രഡൈസുകൾ ഡൈസാക്രൈഡുകളായിട്ടുള്ള മാൾട്ടോസ്, അതിൻ്റെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും. അതുപോലെ തന്നെ ലാക്ടോസ്, നമ്മുടെ മിൽക്ക് പാലിൽ നിന്ന് കിട്ടുന്നതാണ് ലാക്ടോസ്.
സൂക്രോസ്, ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നതാണ് സൂക്രോസ്. ഇപ്പോൾ മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ് തുടങ്ങിയ ഡൈസാക്കറൈഡുകളെ മോണോസാക്കറൈഡുകളായിട്ടുള്ള ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കൺവേർട്സ് ഡൈസാക്കറൈഡ്സ് ഇൻറ്റു മോണോസാക്കറൈഡ്സ്. മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ് ഇതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പെപ്റ്റിഡേസ്, അതായത് ഇവിടെ ട്രിപ്സിൻ പ്രോട്ടീനുകളെയും പെപ്റ്റോണുകളെയും പെപ്റ്റൈഡ് ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. അപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഇത് ചെയ്യപ്പെടുന്നു ഡൈസാക്കറൈഡ്സ്, മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ് എന്നതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പെപ്റ്റിഡേസ് പെപ്റ്റൈഡുകളെ അമിനോ ആസിഡ് ആക്കി മാറ്റും. അങ്ങനെ ഈ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജസ്റ്റീവ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്.